നമസ്കാരം. ലീഡർ കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും അറിയാം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. ചിലപ്പോൾ ആ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് കൂടി പറയട്ടെ. പക്ഷേ ആ നേതാവ് മരിച്ച് 15 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു സ്മാരകം ഉണ്ടാക്കാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇതുവരെയുമായിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വിറ്റു തിന്നതാണോ കരുണാകരനെ എന്ന് ചോദിക്കുകയും 3 വർഷമായിട്ടും KPCCക്ക് ട്രഷർ ഇല്ലാത്തത് മുതലാക്കി ഫണ്ട് പിരിവിലും കരുണാകരൻ സ്മാരക നിർമ്മാണത്തിലുമൊക്കെ ക്രമക്കേട് നടക്കുന്നതാണ് വലിയ ആക്ഷേപം. സ്മാരകത്തിനായിട്ട് 3 വട്ടം തറക്കല്ലിട്ടിട്ടും കെട്ടിടം ഉയരാത്തതിന് പിന്നിൽ വൻ സാമ്പത്തിക തിരിമറി നടന്നിരിക്കാമെന്നാണ് പ്രവർത്തകരുടെ അടക്കമുള്ള ആരോപണം. 2022 ഡിസംബർ 20 KPCC ട്രഷറായിരുന്ന പി പ്രതാപചന്ദ്രൻ അന്തരിച്ചു. കോൺഗ്രസ് നേതാവും KPCCയുടെ മുൻ പ്രസിഡന്റും മുൻ ധനമന്ത്രിയുമായിട്ടുള്ള S വരദരാജൻ നായരുടെ മകനായിരുന്നു ഇദ്ദേഹം. KPCCയുടെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിലുണ്ടായ പ്രചാരണം പ്രതാപചന്ദ്രന് അപകീർത്തിയും മാനസിക ആഘാതവും ഉണ്ടാക്കി എന്നാണ് മക്കൾ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പിന്നീട് കുടുംബം പരാതി പിൻവലിച്ചു. ഇതിനുശേഷം ട്രഷററുടെ ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. 2022 കോൺഗ്രസിന്റെ 138ാം വാർഷികം പ്രമാണിച്ച് 138 രൂപ ചലഞ്ച് എന്നൊരു ഫണ്ട് പിരിവ് പരിപാടി KPCC തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് 137 രൂപ ചലഞ്ച് നടത്തിയിരുന്നു. ഈ 2 പരിപാടികളിലൂടെ എത്ര രൂപ പിരിച്ചെന്നോ എവിടെ സൂക്ഷിച്ചെന്നോ ഇതുവരെ പാർട്ടി ഫോറത്തിൽ ഒന്നും തന്നെ അറിയിച്ചതായി മുതിർന്ന നേതാക്കൾക്ക് പോലും അറിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിന്റെ വിനിയോഗത്തെക്കുറിച്ച് നേതാക്കൾക്ക് ആർക്കും തന്നെ വലിയ പിടിപാടില്ല. കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച കെ കരുണാകരൻ വിടവാങ്ങിയിട്ട് 15 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരകമില്ല എന്നുള്ളതാണ്. പിരിവും തറക്കല്ലിടിയിലും മുറ പോലെ നടന്നിട്ടും ഒരു ഇഷ്ടിക പോലും വെച്ച് നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. സ്മാരകത്തിനായിട്ട് എത്ര പിരിച്ചെന്ന് ഇതുവരെ KPCCയുടെ മുന്നിൽ കണക്ക് പോലും വെച്ചിട്ടില്ല. ഒരു ജില്ലയിൽ നിന്ന് 50 ലക്ഷം രൂപ വീതം 7 കോടി രൂപ കഴിഞ്ഞ വർഷം ജൂലൈ 30 മുമ്പായി പിരിച്ചു കരുണാകരൻ ഫൗണ്ടേഷന് നൽകണമെന്ന് പറഞ്ഞതാണ് കേരളം ഒട്ടാകെ അന്ന് പിരിവ് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മാസാമാസം പിരിച്ചിട്ടും കെട്ടിടമുയരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ജപ 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 എന്നാണ് മറുപടി എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കരുണാകരൻ ഫൗണ്ടേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ ഒഴിവാക്കി പകരം വർക്കിംഗ് ചെയർമാനായിട്ട് K മുരളീധരനെ ചുമതലയേൽപ്പിച്ചു. സ്മാരകത്തിന്റെ നിർമ്മാണം വേഗത്തിൽ തുടങ്ങുക എന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണമെന്നാണ് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ജൂണിൽ ചേർന്ന KPCC യോഗത്തിലെ ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായാണ് നിർമ്മാണത്തിനുള്ള പണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രവർത്തകരോട് വിഹിതം ചോദിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഈ ആഹ്വാനവും പിരിവ് മഹാമഹവും കഴിഞ്ഞിട്ട് 1 വർഷമാണ്. സ്മാരകം ഇപ്പോഴും KPCC ഓഫീസിലെ മിനിറ്റ്സ് ബുക്കിൽ അങ്ങനെ ഒതുങ്ങി ഉറങ്ങി ഇരിപ്പുണ്ട്. പിരിച്ച ഫണ്ട് അടിച്ചു മാറ്റിയോ അതോ ആവിയായിപ്പോയോ എന്നാരും തന്നെ അന്വേഷിക്കുന്നില്ല. ഫണ്ട് പിരിവ് സംബന്ധിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ KPCCക്ക് താല്പര്യമില്ല. പാർട്ടിയുടെ ഖജനാവ് തിന്നുന്ന ഗഗനം തേടി നടക്കുകയാണ് കോൺഗ്രസുകാർ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ, 15 വർഷമായിട്ടും ഇതുവരെയും K കരുണാകരനെ പോലൊരു നേതാവിന് ഒരു സ്മാരകം ഒരുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതെന്ത് കോൺഗ്രസ്സാണ്? ഇന്നുള്ളവന്മാരെല്ലാം കോൺഗ്രസ്സുകാരാണോ എന്ന് ചിന്തിക്കേണ്ടി. ഇങ്ങനൊരു പാർട്ടിയെ, ഇങ്ങനൊരു പ്രസ്ഥാനത്തെ ഈ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചുള്ള ഒരു നേതാവാണ് ശ്രീ K കരുണാകരൻ. ലീഡർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ആ മഹാന് വേണ്ടിയിട്ട്, ആ രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിർമ്മിക്കുവാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത്രയും നാൾ തൊട്ട് ഈ 15 വർഷക്കാലം പിരിക്കുന്ന പിരിവിൽ ഏകദേശം 150 കോടിയെങ്കിലും പിരിച്ചെടുത്ത് കാണും. ഇതൊക്കെ തലതൊട്ടപ്പന്മാരായിരിക്കുന്ന പല നേതാക്കന്മാരുടെയും വീടുകളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി പറയാം. ഈ കോൺഗ്രസിന് തന്നെയുള്ള മുഖപത്രമായുള്ള വീക്ഷണവും അത് അവരുടെ ഇതെന്ന് പറയപ്പെടുന്ന ചാനലാണ് ജയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെയും നിലം തൊടാതെ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ള പത്രങ്ങൾ എന്തിന് കൈരളിയായിരുന്നാലും ദേശാഭിമാനി ആണെങ്കിലും അവർ കുറച്ചുകൂടി മുന്നിലാണ്, ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ജയിക്കുന്നതിനെക്കാട്ടും അല്ലെങ്കിൽ ഈ വീക്ഷണത്തിനൊക്കെ. അതുപോലെ തന്നെയാണ് ജനം എന്ന് പറയപ്പെടുന്ന ചാനൽ, അവർ വേറെ മുന്നിലേക്ക് എത്തപ്പെടുന്നത്. ഏതൊരു പാർട്ടിയുടെ ലേബലിലാണെങ്കിലും വളരുവാനുള്ള കരുത്തും കഴിവും അവർക്കുണ്ടാകണം.
അത് നയിക്കുന്ന നേതാക്കന്മാരുണ്ടാകണം. അല്ലാതെ കൈയിട്ട് വാരി തിന്നുന്ന ഈ കോൺഗ്രസ്സുകാരെ പോലുള്ളവരുള്ളത് കൊണ്ട് മാത്രമാണ് വീക്ഷണ പത്രവും ഇന്നും ഗതിയില്ലാതിരിക്കുന്നതും അവിടുത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു ശമ്പളം ലഭിക്കാതിരിക്കുന്നത്. ജയിക്കുന്ന ചാനൽ എന്തുകൊണ്ട് നടത്താത്തത്? അവരുടെ കയ്യിലെത്തിയിട്ടുള്ള ആ ചാനൽ പോലും രക്ഷപ്പെടാത്ത തരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവരെ പോലുള്ളവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ 15 വർഷമായിട്ടും കരുണാകരൻ ഒരു സ്മാരകം ഉണ്ടാക്കുവാൻ 20 തകൃതിയായിട്ട് നടന്നിട്ടും ₹1 ഒരു കല്ല് വെക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെയാണ് അവരുടെ പാർട്ടി പത്രവും അവരുടെ പാർട്ടി ചാനലും ഒക്കെ തകർന്ന തരിപ്പണമായത്. അതൊക്കെ തകർന്ന് തരിപ്പണമാക്കിയത് ഈ പറയുന്ന മുൻകാലത്തും ഇപ്പോഴും നിലവിലുള്ള മുതിർന്ന നേതാക്കൾ എന്ന് പറയപ്പെടുന്നവന്മാർ തന്നെയാണ്. അടിച്ചു മാറ്റി പണം വീട്ടിൽ കൊണ്ടുപോകുന്നവർ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കുപ്പായത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നതും എന്ന് പറയേണ്ടിയിരിക്കുന്നു.